ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അങ്ങനെ സച്ചി രേവതിയും കൂടി കണ്ണോട് കണ്ണ് നോക്കിയിരിക്കുന്ന സമയത്ത് വർഷയും ശ്രീകാന്തും കൂടി കയറി വന്നിട്ട് ചോദിക്കുക, ഇതെന്തപ്പോൾ ഇവിടെ ആക്സിഡൻറ്റ് ഹണിമൂണോ എന്ന് ചോദിക്കണേ. അല്ല, അതല്ല, ഞാൻ രേവതിയുടെ കണ്ണിലേ കരട് പോയി, അപ്പോൾ ഞാനത് നോക്കുക എന്നൊക്കെ പറയണം സച്ചി. അപ്പോൾ വർഷ പറയും, ഞങ്ങൾക്ക് മനസ്സിലായി, കിടന്ന് ഉരുളൊന്നും വേണ്ട പറയും വർഷ ശ്രീകാന്ത്. അപ്പോൾ രേവതി പറയും, അതിനിപ്പോൾ എന്താ, ഞങ്ങളൊന്ന് കണ്ണിൽ കണ്ണ് നോക്കിയിരുന്ന എന്താ, നിങ്ങൾക്ക് അതിൻ്റെ കുശുമ്പല്ലേ എന്നൊക്കെ ചോദിക്കണം. ഞങ്ങൾക്കൊരു കുശുമ്പുമില്ലേ എന്ന് പറയണ രേവതി ചേച്ചീനെ നോക്കാൻ അടുത്തിരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ. എനിക്ക് ഡബ്ബിങ് ഉണ്ട് രേവതി ചേച്ചി, എൻ്റെ ഡബ്ബിങ് കൂടി പൂർത്തിയായാലാണ് സീരിയലിൻ്റെ എപ്പിസോഡ് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർക്കെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വന്നോന്ന് പറയണം. എന്നാൽ ശരി സച്ചേട്ടാ, ഞങ്ങൾ പോയിട്ട് വരാൻ പറ്റില്ല. രണ്ടുപേരും ഇറങ്ങും. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വർഷ തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കുക, സച്ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ സച്ചേട്ടാ കാശിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം കേട്ടോ എന്ന് പറയും. അപ്പോൾ വർഷയോട് സച്ചി പറയും, നിനക്കത് പറയാനുള്ള മനസ്സെങ്കിലും ഉണ്ടായില്ല മോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ പറയും സച്ചിക്ക്. അപ്പോൾ ഭയങ്കര സ്നേഹം തോന്നും വർഷയോട്. അപ്പോൾ വർഷ ശരി എന്നാൽ ഞങ്ങൾ പോവാണ് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ സച്ചി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട കാര്യം പറയണേ രേവതിയോട് പറയാം, ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വരാമെന്ന് പറയാണ്. അങ്ങനെ സച്ചി താഴത്തേക്ക് ഇറങ്ങിയിട്ട് അച്ഛനോട് പറയും, അച്ഛാ ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്ന് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വരാം, ഞാൻ പുറത്തേക്ക് വരാം, രേവതിനെ നോക്കണം, അവൾക്ക് വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ കൊടുക്കണം, അവളുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കണം. പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാടാ. അല്ല അച്ഛൻ, അവൾക്ക് വേദന ഉണ്ടെങ്കിൽ വേദനയുടെ മരുന്ന് കൊടുക്കണം. എൻ്റെ സച്ചി ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് പോയിട്ട് വാ. എന്തായാലും എനിക്ക് സന്തോഷമായി, നീ എന്തായാലും എൻ്റെ വാക്ക് കേട്ടിട്ട് പരാതി കൊടുക്കാൻ പോയില്ല, ഇറങ്ങി പുറപ്പെട്ടില്ലല്ലോ, ആരാത് ചെയ്തെന്ന് കണ്ടുപിടിക്കാനായിട്ട്, അതിൻ്റെ വലിയ കാര്യം എന്ന് പറയണം. അപ്പോൾ സച്ചി, ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമെന്ന് പറയണേ, ഞാൻ പോയിട്ട് വരാം അച്ഛാ, രേവതിയെ നോക്കണേ എന്ന് പറയാണ്. അപ്പോൾ ശരി പറയാം. അങ്ങനെ സച്ചി പോവാറങ്ങുന്ന സമയത്ത് സച്ചിക്ക് ഫോൺ വരികയാണ്. വേറെ ആരുമില്ല, നീലിമയാണ് വിളിക്കുന്നത്. എന്താ മാഡം ചോദിക്കുമ്പോൾ പറയും, സച്ചി ഇപ്പോൾ വീട്ടിലാണോ ചോദിക്കുക. അപ്പോൾ അതേ വീട്ടിലാണ് പറയും. സച്ചി പുറത്തേക്കൊന്നും പോകണില്ലേ, വണ്ടി എടുക്കില്ലേക്ക് മിക്കൊന്ന് പുറത്തേക്കൊന്ന് പോകണം മാഡം, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്ന് പരാതി കൊടുക്കണം എന്ന് പറയണം. രേവതിയുടെ ആക്സിഡൻറ്റ് പിന്നിൽ ആരാന്ന് അറിയാൻ വേണ്ടി സ്റ്റേഷനിൽ പോയിട്ടൊന്ന് പരാതി കൊടുക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വരും പറയും. അപ്പോൾ സച്ചേട്ടൻ അത്യാവശ്യമായിട്ട് വക്കീലിനെ അവിടേക്കൊന്ന് കൊണ്ടുപോയാക്കി വിടുമോ? കൊണ്ടുപോയാക്കാം മാഡം, പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, രേവതി ഇവിടെ ഒറ്റയ്ക്കല്ലേ, അവളുടെ കാര്യങ്ങൾ നോക്കണ്ടേ. ഓ ശരി ആയിക്കോട്ടെ, കുഴപ്പമില്ല, സച്ചിക്ക് തിരക്കാണല്ലോ, ഞാൻ വേറെ അഡ്ജസ്റ്റ് ചെയ്തോളാം, എന്തായാലും എന്നെ വക്കീലിനെ അവിടേക്കൊന്ന് കൊണ്ടുവിടാൻ വായോ പറയും. അപ്പോൾ ശരി പറയാം. അങ്ങനെ സച്ചി നീലിമേനെ എടുക്കാൻ വേണ്ടി കാർ എടുത്തിട്ട് പോയി രവീന്ദ്രനോടൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് നീലിമേനെ എടുക്കുമ്പോൾ ചോദിക്കും, മാഡം എന്തോ പറയാണ്ട് പറഞ്ഞായിരുന്നില്ല, എന്താ ചോദിക്കും, സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷന് മാത്രമായിട്ട് വന്നതാണോ മാഡം ചോദിക്കുക. അപ്പോൾ അതേ സച്ചി, മാഡത്തിന് എന്നോട് എന്തോ പറയാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ അത് ചോദിക്കും. അതൊക്കെ പറയാം, സമയമാവട്ടെ പറയും. സച്ചിയോട് ചോദിക്കും, സച്ചി ആകെ മൂഡ് ഓഫ് ആണല്ലോ, രേവതിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അതേ മാഡം എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, സച്ചിയുടെ രേവതീൻ്റെ ഒന്ന് കാണാൻ എനിക്കൊരാഗ്രഹമുണ്ട്, വരണം സച്ചി എൻ്റെ അല്ല. അപ്പം പറയും, വരണം മാഡം എൻ്റെ വീട്ടിലേക്ക് വരണം, കാണാമല്ലോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സച്ചി പറയും, ഞാനെന്ന് വെച്ചാൽ എന്നെ വളർത്തിയത് എൻ്റെ അച്ഛമ്മയോ. അപ്പോൾ സച്ചിയുടെ അമ്മയോ, അതൊരു വലിയ കഥയാണ് മാഡം, അതെന്താ പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റും, പക്ഷെ ഇപ്പം മാഡം പറഞ്ഞില്ലേ, മാഡത്തിനൊരു കാര്യം പിന്നീട് പറയാൻ സമയമാകുമ്പോൾ പറയാമെന്ന്. അതുപോലെ പക്ഷെ ഞാൻ പറയില്ല, ആ കാര്യങ്ങൾ എൻ്റെ ഭാര്യയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാതെ ഞാൻ സച്ചിയുടെ മനസ്സിൽ നിന്ന് ഞാൻ പറയിപ്പിക്കും പറയും. അപ്പോൾ സച്ചി ചിരിക്കും. എന്നിട്ട് അങ്ങനെ നീലിമ പറയും, സച്ചി എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വക്കീൽ ഓഫീസിൻ്റെ അവിടെ സച്ചി നീലിമേനെ ഇറക്കി വിടും. എത്ര രൂപ ചോദിക്കുമ്പോൾ 500 രൂപ പറയും. പൈസ മേടിച്ചിട്ട് സച്ചി വണ്ടി എടുത്തിട്ട് പോകും. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രേവതിയും രവീന്ദ്രനും കൂടി ഇരിക്കുമ്പോൾ രേവതിയോട് രവീന്ദ്രൻ പറയും, മോൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല, സാരമില്ല അച്ഛാ, ഒറ്റയ്ക്ക് ഇരുന്ന് ശീലമില്ലല്ലോ മോൾക്ക്, പണികൾ ചെയ്തിട്ടല്ലേ ശീലം എന്ന് പറയുമ്പോൾ രവീന്ദ്രനോടും രേവതി പറയും, അച്ഛനും ഇങ്ങനെ തന്നെയല്ലേ, എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കാറില്ലേ അച്ഛന്, അതുപോലെ തന്നെയല്ലേ ഇപ്പം ഞാനും പറയും, മോളുടെ അമ്മോട് പറഞ്ഞോ വയ്യാത്ത കാര്യം ചോദിക്കുമ്പോൾ പറയാം, ഞാൻ പറഞ്ഞു അച്ഛൻ, അമ്മയെ വിളിച്ച് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അച്ഛമ്മോട് പറഞ്ഞു നോക്കുമ്പോൾ, ഇല്ല അച്ഛൻ, അച്ഛമ്മയ്ക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല പറയും. അപ്പോൾ രവീന്ദ്രൻ പറയും, ശരി ഞാൻ അമ്മേനൊന്ന് വിളിക്കട്ടെ പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ ഫോൺ എടുത്തിട്ട് ചോദിക്കും, എന്താടാ പതിവില്ലാത്ത വിളിയൊക്കെ, നീ ഈ വിളിയൊന്നും പതിവില്ലല്ലോ, എന്താ പറ്റിയത് നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അമ്മ, ഞാൻ വെറുതെ ഒന്ന് വിളിച്ചതാ പറയും. അപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെ വിളിക്കാൻ കാരണം, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ, എന്താ അവിടെ എന്തെങ്കിലും ഉണ്ടായോ, നിൻ്റെ ഭാര്യ പോയോ, അമ്മ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞാൽ പോയോടെ അവൾ പറന്ന് പോയോ ചോദിക്കും. അപ്പോൾ പറയും, ചന്ദ്ര എങ്ങനെ തീർത്ഥാടനത്തിന് പോയിക്കാ പറയും. ഓ ചന്ദ്ര തീർത്ഥാടനത്തിന് പോയിട്ട് ഇപ്പം എന്താ കാര്യം, അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, അവൾ എന്തെങ്കിലും ഒഴിവ് കിട്ടാൻ വേണ്ടിയിട്ട് പണികൾ ചെയ്യാൻ മടിച്ചിട്ട് പോയതാവും പറയും. സത്യം അമ്മയെ പറയും. അപ്പോൾ അമ്മയോടൊരു കാര്യം പറയാണ്ട് പറയും. അപ്പോൾ എന്താണ് ചോദിക്കുമ്പോൾ, രേവതിക്ക് എന്ത് പറ്റിയിട്ട്, രേവതിക്ക് വയ്യ അമ്മ പറയും. എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് ചോദിക്കുമ്പോൾ അച്ഛമ്മക്ക് അറിയാം. അപ്പോൾ പറയാം, ഒന്നുമില്ല, അവളെ സ്കൂട്ടി ഒന്ന് തട്ടേ, അതെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, കാറിലൊന്ന് തട്ടിയിട്ട് എന്താ എൻ്റെ കുട്ടിക്ക് പറ്റി, എന്താണ് ഉണ്ടായോ, നീ എന്നിട്ട് എന്താണ് എന്നോടൊന്ന് പറയാൻ. എനിക്കുമ്പോൾ അമ്മ വിഷമിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇത്രയും ദിവസം പറഞ്ഞ്, വേറെ ഒന്നല്ല, സ്കൂട്ടി ഒന്ന് തട്ടി
തട്ടിയിട്ട് രേവതിക്ക് എന്താ പറ്റിയേക്കുമ്പോൾ രേവതിയുടെ കാലൊന്ന് ചെറുതായിട്ട് പൊട്ടിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഈശ്വര, അതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ രവി. ഞാൻ എന്താ ഇപ്പം തന്നെ ഇവിടുന്ന് പുറപ്പെടുക, ഞാൻ അങ്ങോട്ട്, എനിക്ക് എൻ്റെ കുട്ടീനെ കാണണം, ഞാൻ ഇപ്പം തന്നെ വരിക എന്ന് പറയും. ആ അമ്മ ഇങ്ങോട്ട് വായോ പറയും. അപ്പോൾ രേവതി ഫോൺ മേടിച്ചിട്ട് പറയും, എൻ്റെ അച്ഛമ്മ ഒരു കുഴപ്പമില്ല. അപ്പോൾ പറയും, മോളെ നീ അതൊക്കെ പറയും, എനിക്ക് അച്ഛമ്മയ്ക്ക് നിന്നെ കാണണം, എന്നാൽ ഓടി വായ അച്ഛമ്മ പറയും. എന്നിട്ട് രേവതി എന്തോ തമാശ പറയുമ്പോൾ ഈ നിലയിലും നിനക്ക് തമാശ പറയല്ലേ, ഞാൻ ഇങ്ങോട്ട് വരട്ടെ, നിനക്കുള്ള ഞാൻ തരാമെന്നൊക്കെ പറയും അച്ഛമ്മ. എന്നിട്ട് വളപ്പിൽ പണിയാണുണ്ട്, ആ പണി നിർത്തി വന്നേ, ഞാൻ പോവാന്ന് പറയും. അങ്ങനെ അച്ഛമ്മ ഇങ്ങോട്ട് ചന്ദ്രോദയത്തേക്ക് വരാനുള്ള പ്ലാനിങ് ആണ്. നീലിമ എന്നിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് പോവും. വക്കീലിൻ്റെ അടുത്ത് പോയി വക്കീൽ ഓഫീസിൽ പോകുമ്പോൾ വക്കീൽ പറയും ആ രജിസ്ട്രേഷൻ നടക്കില്ല നീലിമ പറയും. അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ പറയും 3 ദിവസം മുന്നേ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, അഗ്രിമെൻ്റ് ചെയ്ത് ഡേറ്റ് കഴിഞ്ഞു, അവർക്ക് ഇനി പറ്റില്ല എന്ന് പറയണം, അവരെ സ്ഥലം വിൽക്കണില്ല എന്ന് പറയുന്നത്. ഇത് എന്ത് ഇടപാടാണ്? അവർ പറഞ്ഞത് 3 ദിവസം കഴിഞ്ഞാലും വന്നു കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടത്താമെന്നാണല്ലോ അയാൾ എന്നോട് പറഞ്ഞു. ഇപ്പം എന്താ അയാൾ ഇങ്ങനെ പറയണേ? അയാളെ സാറ് നമുക്കൊന്ന് പോയിട്ട് അദ്ദേഹത്തെ കാണാമെന്ന് പറയണം. അപ്പോൾ വക്കീൽ പറയും, ഇനി കണ്ടിട്ടും കാര്യമില്ല, ഞാൻ കുറേ ഭീഷണിപ്പെടുത്തിയൊക്കെ നോക്കി, പക്ഷേ അയാൾ അതിലൊന്നും വഴങ്ങില്ല, ഇനിയിപ്പോൾ അയാളെ പോയി കണ്ടിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല എന്ന് പറയണം. എന്തൊരു കഷ്ടം അതെന്ന് പറഞ്ഞിട്ട് നീലിമ ദേഷ്യം വന്ന് കൈ ചുരുട്ടിയിട്ട് മേശപ്പുറത്ത് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോയിട്ട് പുറത്തേക്ക് പോലീസുകാരനോട് പറയണം, സാർ എനിക്ക് ഇൻസ്പെക്ടർ ഒന്ന് കാണണം പറയാണ്. അപ്പോൾ ഓക്കെ ഇപ്പോൾ പോവാന്ന് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അകത്ത് പോയിട്ട് പറയും, ഇൻസ്പെക്ടർ ഭയങ്കര ചൂടില്ല, പണികളൊന്നും കഴിയാത്തതിൻ്റെ ചൂടില്ല. അപ്പോൾ സാറേ സച്ചി കാണാൻ വന്നിട്ടുണ്ട് പറയാണ്. ഇവിടെ ഒരു പണിയും കഴിയും, ഒരുത്തന്മാരെ സമ്മതിക്കില്ല, കയറി വരാൻ പറയും എന്ന് പറയും. എന്നിട്ട് അങ്ങനെ സച്ചി അകത്തേക്ക് പോകുമ്പോൾ എന്താടോ പ്രശ്നം ചോദിക്കുമ്പോൾ അടിപിടി കേസാണോ ചോദിക്കുമ്പോൾ അല്ല സാർ, ഒരു ആക്സിഡൻറ്റ് കേസാണ് പറയും. എന്തുണ്ടായി? എൻ്റെ ഭാര്യയുടെ സ്കൂട്ടിയിലൊരു കാറ് വന്ന് ഇടിച്ചു, കാറ് നിർത്താതെ പോയി പറയും. എന്നിട്ട് തൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിയോടോ ചോദിക്കും. അപ്പോൾ പറയും ഭാര്യയുടെ കാലിൻ്റെ എല്ല് പൊട്ടി ഫ്രാക്ചർ ഉണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടേക്കാണെന്ന് പറയും. അപ്പം എത്ര ദിവസമായി ചോദിക്കാം, മിനിഞ്ഞാന്നാണ് പറ്റിയത് സാർ. എന്നിട്ട് ഇതുവരെ ഇൻറ്റിമേഷനൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിങ്ങൾക്ക് പരാതിയൊന്നും ഇല്ല പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇൻറ്റിമേഷൻ വരേണ്ടതായിരുന്നില്ല പറഞ്ഞപ്പോൾ ഇല്ല സാർ, ഞങ്ങളങ്ങനെ എഴുതി കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലാവണം. സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം, ഇതിപ്പോൾ എന്താവുക, ആരാ പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക, അതുകൊണ്ട് ആരാ ഇൻറ്റിമേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാതിരിക്കാൻ പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ചിന്തയിലാണ് സച്ചി ആലോചിച്ച് നിൽക്കണേ. അങ്ങനത്തെ അതിലാണ് ഇന്നത്തെ ചെമ്പന്നിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.